നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ പെർഫോമൻസ് ഫ്രം ലെജൻഡ് അലീസ ഹീലി. എന്തൊരു പ്രകടനമാണ് അവർ നടത്തിയത്. വെറും 107 പന്തുകളിൽ നിന്ന് 21 ഫോറും 3 സിക്സറുകളും അടക്കം 142 റൺസാണ് ഓസി ക്യാപ്റ്റൻ അടിച്ചു കൂട്ടിയത്. അതിൻ്റെ ഫലമോ ഇന്ത്യ ഉയർത്തിയ 331 എന്ന വിജയലക്ഷ്യം അവർ മറികടന്നു. ഇന്ത്യക്കെതിരെ 3 വിക്കറ്റിൻ്റെ വിജയം വിമൻസ് വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ നേടിയിരിക്കുകയാണ്. ഇത് ചരിത്രമാണ്. ദി ഹയസ്റ്റ് സക്സസ്ഫുൾ ചേസ് ഇൻ എ വിമൻസ് ODI. വനിതാ ODIയിൽ ഏറ്റവും ഉയർന്ന സക്സസ്ഫുൾ റൺ ചേസാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത്. കട്ടക്കുള്ള പോരാട്ടമായിരുന്നു. അലീസ ഹീലി അവരെ വിജയത്തോട് അടുപ്പിച്ചു. അവർ മടങ്ങിപ്പോയതിനു ശേഷം ഇന്ത്യ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. തുടരെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അമൻജോത് കൗർ ഒരു ശ്രമം നടത്തി. പക്ഷേ ഒടുവിൽ എല്ലിസ് പെറി അതും റിട്ടയർഡായിട്ടായി പോയതാണ്. അവർ മടങ്ങി വന്ന് വിജയത്തിലേക്ക് ടീമിനെ നയിച്ചു. ആ ഒരു സിക്സർ അടിച്ചുകൊണ്ടാണ് ഒരു ഓവർ ബാക്കി നിൽക്കെ ഓസ്ട്രേലിയ വിജയലക്ഷ്യം മറികടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 330 റൺസിന് ഓൾ ഔട്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ 49 ഓവറുകളിൽ 7 വിക്കറ്റിന് 331 റൺസാണ് ഓസ്ട്രേലിയ അടിച്ച് വിജയത്തിലേക്ക് പോയത്. കളിയിൽ ഇന്ത്യൻ ഓപ്പണർമാരുടെ പ്രകടനം നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിന് സമയത്ത് വിശദമായി പറഞ്ഞതാണ്. എങ്കിലും അവരാണ് ഇന്ത്യക്ക് വലിയൊരു സ്കോർ നേടിക്കൊടുക്കാൻ വലിയ രൂപത്തിൽ സഹായിച്ചത്. സ്മൃതി മന്ദാന 66 പന്തുകളിൽ നിന്ന് 80 റൺസ് അടിച്ചപ്പോൾ പ്രതീക് അഗർവാൾ 96 പന്തുകളിൽ നിന്ന് 75 റൺസ് അടിച്ചു. ഹാർലൻ ഡിയോൾ 38 റൺസ് അടിച്ചപ്പോൾ ഹർമൻപ്രീത് കൗർ 22 റൺസും ജമീമ റോഡ്രിഗസ് 33 റൺസും റിച്ച ഘോഷ് 32 റൺസും അടിച്ചു. അമൻജോത് കൗർ 16 റൺസാണ് സംഭാവന ചെയ്തത്. ഇന്ത്യ 48.5 ഓവറുകളിൽ 330 റൺസിന് ഓൾ ഔട്ടായിരുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി അന്നബെൽ സദർലാൻഡ് 9.5 ഓവറുകളിൽ 40 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ സോഫി മോളിനെക്സ് 10 ഓവറിൽ 75 റൺസിന് 3 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഓസീസിൻ്റെ എല്ലാം അലീസ ഹീലി ആയിരുന്നു. അവർ ഒരു ഭാഗത്ത് നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ബാറ്റ് വീശി. മറുഭാഗത്ത് അവരുടെ സഹ ഓപ്പണറായിട്ടുള്ള ലെച്ച്ഫീൽഡ് 39 പന്തുകളിൽ നിന്ന് 40 റൺസ് അടിച്ചപ്പോൾ ബെത്ത് മൂണി 4 റൺസ്, അനബേൽ സദർലൻഡ്, ഡെക്ക്, അങ്ങനെ വിക്കറ്റുകൾ പോയി. പിന്നെ ഗാർഡനറുടെ വക 46 പന്തിൽ 45 റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് വന്നു. അലീസ ഹീലി 107 പന്തിൽ 142 റൺസാണ് അടിച്ചിരുന്നത്. മെഗ്രാത്ത് 12 റൺസ് അടിച്ചപ്പോൾ സോഫി മോളിനെക്സ് 18 റൺസുമായിട്ട് മടങ്ങി. പിന്നെ ഓപ്പണിംഗ് ബൗളറായിട്ടുള്ള കിം ഗാർത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എല്ലിസ് പെറി വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയത്. ഗാർത്ത് 13 പന്തിൽ നിന്ന് 14 റൺസ് അടിച്ചു. എല്ലിസ് പെറി 52 പന്തിൽ നിന്ന് 5 ഫോറും വിജയം കുറിച്ച് സിക്സറും അടക്കം 47 റൺസാണ് അടിച്ചത്. ഏതായാലും ഓസ്ട്രേലിയ ഒരു ഓവർ ബാക്കി നിൽക്കെ ഇന്ത്യ ഉയർത്തിയ 330 എന്നുള്ള റൺസ് മറികടന്നുകൊണ്ട് ചരിത്ര ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ടാമത്തെ പരാജയമാണ്. സൗത്ത് ആഫ്രിക്കയോട് തോറ്റിരുന്നു. 4 കളിയിൽ നിന്ന് 2 ജയം 2 തോൽവി. ഇന്ത്യക്ക് 4 പോയിൻ്റാണുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.